ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എജ്യൂസ് അക്കാദമി. സോ ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എപ്പിഡമിയോളജിയുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും പഠിച്ചോ? എന്താണ് ഇൻട്രൊഡക്ഷൻ, എന്താണ് എപ്പിഡമിയോളജി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോ? കുറേ നമ്മൾ ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസിനകത്ത് തന്നെ 3 ഇമ്പോർട്ടൻറ്റ് ടേംസ് MMR, എന്താണ്? മംസ്, മീസിൽസ്, റുബല്ല. ഓക്കെ, മംസ്, മീസിൽസ്, റുബല്ല, ഈ 3 കണ്ടീഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മംസ്. എന്താണ് മംസ്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, മംസ് അഥവാ മുണ്ടിനീര് എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലേ? നമുക്ക് പണ്ടൊക്കെ വന്നിട്ടുണ്ടോ? കുഞ്ഞിലേക്ക് എത്ര പേർക്കാണ് വന്നിട്ടുള്ളത് മംസ് അല്ലേ? സോ ഇതൊരു അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ആൻ RNA വൈറസ്. ഓക്കെ, ഒരു RNA വൈറസ് ഉണ്ടാക്കുന്ന ഒരു അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് നമ്മുടെ മംസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റുബ്യൂള. ഓക്കെ, റുബ്യൂള എന്ന് നമ്മൾ മംസിന് വേറൊരു പേരിൽ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിനിക്കലി ദ ഡിസീസ് ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ എന്താണ്? നോൺ സെപ്പറേറ്റീവ് എൻലാർജ്മെന്റ് ആൻഡ് ടെൻഡർനെസ് ഓഫ് എന്താ? വൺ ഓർ ബോത്ത് ദി പാരോട്ടിഡ് ഗ്ലാൻഡ്സ്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? ക്ലിനിക്കലി ഇതിനെ നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്? അവിടെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നോൺ സെപ്പറേറ്റീവ് എൻലാർജ്മെന്റ് ആണ്. നോൺ സെപ്പറേറ്റീവ് എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സെപ്പറേറ്റീവ് എന്നുള്ള ടേമിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് അതിനകത്തുനിന്ന്? എന്താണ് ഇപ്പം അത് ഓപ്പൺ ആയിട്ട്, ഒരു ഓപ്പൺ വൂണ്ട് ആയിട്ട് പുറത്തേക്ക് പസ്സോ ഡിസ്ചാർജോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള എൻലാർജ്മെന്റ് സംഭവിക്കുന്നു. ആൻഡ് പെയിൻ ഓൺ എന്താണ്? ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താ? വേദന ഉണ്ടാകുന്നു, ടെൻഡർനെസ്സും ഉണ്ടാകുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകുന്നു ഓഫ് വൺ ഓർ ബോത്ത് ദി പാരോട്ടിഡ് ഗ്ലാൻഡ്സ്. ചിലപ്പം ഒരു സൈഡിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ 2 സൈഡിലും 2 പാരോട്ടിഡ് ഗ്ലാൻഡ്സും എൻലാർജ്ഡ് ആകുന്ന കണ്ടീഷനാണ് നമ്മൾ മംസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല കുറച്ച് മറ്റു ഓർഗാനിസം ഇത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഫോർ എക്സാമ്പിൾ ഓവറി ആയിക്കോട്ടെ, ദെൻ അത് മാത്രമല്ല ടെസ്റ്റിക്കിൾസ് ടെസ്റ്റിസ് ആയിക്കോട്ടെ, അങ്ങനെ പല പല ഓർഗാനിസം ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ് ആകുന്നുണ്ട്. ഓക്കെ, ഇയറിനെ അത് എഫക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ പല ഓർഗൻസും ഇത് ഇൻവോൾവ് ആകുന്നുണ്ട്. ഓക്കെ, ഇതാണ് മംസ്. ഏജന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു RNA വൈറസ് ആണ്, അല്ലെങ്കിൽ RNA വൈറസ് ഫാമിലിയിൽ വരുന്നതാണ് നമ്മുടെ ഇതിന്റെ ഒരു ഏജന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് കാരണക്കാരൻ എന്ന് പറയുന്നത്. ഏജന്റ് എന്താണ്? മിക്സോ വൈറസ് പെരോട്ടിഡൈറ്റിസ്. അപ്പൊ ഇതിന്റെ കാരണക്കാരൻ ആരാണ്? മിക്സോ വൈറസ് പെരോട്ടിഡൈറ്റിസ്. ഓക്കെ, മിക്സോ വൈറസ് പെരോട്ടിഡൈറ്റിസ് ആണ് നമ്മുടെ ഈ അസുഖത്തിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ആൻഡ് സബ് ക്ലിനിക്കൽ കേസസ് ആണ്. ഇപ്പൊ ക്ലിനിക്കൽ കേസസും വരാം, അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ കേസസ്. ക്ലിനിക്കൽ കേസസും സബ് ക്ലിനിക്കൽ കേസസും നമ്മളുടെ ഡിഫറൻസസ് എന്താണ്? ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ അസുഖവും ഉണ്ട്, അത് മാത്രമല്ല അതിന്റെ സിംറ്റംസും പുറത്ത് കാണിക്കുന്നുണ്ട്. എന്താണ് സബ് ക്ലിനിക്കൽ കേസസ് എന്ന് പറഞ്ഞാൽ? സബ് ക്ലിനിക്കൽ കേസസ് എന്ന് പറയുമ്പോഴത്തേക്കും അസുഖം ഉണ്ടായിരിക്കും, പക്ഷെ സിംറ്റംസ് ഒന്നും തന്നെ കാണിക്കത്തില്ല. പക്ഷെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസുഖത്തിനെ സ്പ്രെഡ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ അസുഖത്തിന് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മുടെ സബ് ക്ലിനിക്കൽ കേസസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയുമ്പോഴത്തേക്കും ഒരു 30 to 40% കേസസും എന്താണ്? സബ് ക്ലിനിക്കൽ കേസസ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. 30 to 40% സബ് ക്ലിനിക്കൽ കേസസ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് എന്തുണ്ടായില്ല? ആ സിംറ്റംസ് ഒന്നും തന്നെ കാണത്തില്ല, ഈ മുണ്ടിനീര് പോലെ ഒന്നും കാണത്തില്ല, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി പറയുന്നത് 4 to 6 days ബിഫോർ ദി ഓൺസെറ്റ് ഓഫ് സിംറ്റംസ് ആൻഡ് 7 days ഓർ മോർ ദെയർ ആഫ്റ്റർ. എന്താണ്? ആ സിംറ്റംസ് വരുന്നതിന് 4 to 6 ദിവസത്തിന് മുന്നേയും സിംറ്റംസ് വന്നു കഴിഞ്ഞ് 7 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിൽ കുറച്ച് കൂടുതൽ ആകുന്ന ആ ടൈം വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റൊരാളിലേക്ക് അസുഖം സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. 4 to 6 days ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് സിംറ്റംസ്. എന്താണ്? സിംറ്റംസ് വരുന്നതിന് 4 to 6 ദിവസത്തിന് മുന്നേയും സിംറ്റംസ് വന്ന് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു ടൈമിലാണ് നമുക്ക് എന്താ പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി പറയുന്നത്, മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കാനുള്ള സാധ്യത ഉള്ള ടൈം എന്ന് പറയുന്നത്. പിന്നെ പറയുമ്പോൾ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത് SAR എന്ന് പറയുന്നത് 86%. സെക്കൻഡറി വരാൻ സാധ്യതയുള്ള 86% ആണ്. ഓക്കെ, അതിന്റെ പെർസെന്റേജ് എത്രയാണ്? 86%. SAR സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത് 86% ആണ്. ഓക്കെ, സോ എത്രയാണ് ഏജന്റ് ഫാക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ. ഹോസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഇത് അഫക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്
5 to 9 years ഉള്ള കുട്ടികളെയാണ് കൂടുതലായിട്ടും ഇത് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, 5 to 9 years of age, 5 to 9 years of age, 5 to 9 years of age ഉള്ള കുട്ടികളെയാണ് മെയിൻലി. നിങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്ക് പണ്ട് കുഞ്ഞിലായിരിക്കുന്ന സമയത്തായിരിക്കുമല്ലോ മുണ്ടുനീരൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ 5 to 9 years of age ഉള്ള കുട്ടികളെയാണ് കൂടുതലായിട്ടും ഇത് അഫക്ട് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വൺ അറ്റാക്ക് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിപ്പോ ഈവൻ ക്ലിനിക്കൽ കേസസ് ആകാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പം അവർക്ക് സിംറ്റംസ് ഉണ്ടായിരിക്കില്ല, സബ് ക്ലിനിക്കൽ കേസസ് ആകാം. എന്താണെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്, ക്ലിനിക്കൽ ആകാം, സബ് ക്ലിനിക്കൽ കേസസ് ആകാം. ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മോസ്റ്റ് ഇൻഫൻസ് ബിലോ ദി ഏജ് ഓഫ് 6 months ആർ ഇമ്മ്യൂൺ ബിക്കോസ് ഓഫ് മെറ്റേണൽ ആന്റിബോഡീസ്. എന്താണ്, മിക്കവാറും ഇൻഫൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 6 മാസം അല്ലെങ്കിൽ 6 മാസം കുറവുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ എന്താണ് അവർക്ക് പാലിൽ നിന്നുള്ള അല്ലെങ്കിൽ അമ്മയുടെ മുലപ്പാലിൽ നിന്നുള്ള ആന്റിബോഡീസ് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും 6 മാസം എന്താണ് ബിലോ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ന് പറയുന്നത്. പിന്നെ പറയുമ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമുക്ക് അടുത്ത് പറയുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. മിക്കവാറും ത്രൂ ഔട്ട് ദ ഇയർ ഈ മംസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതിന്റെ ഒരു പീക്ക് പറയുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ വിന്റർ ആൻഡ് സ്പ്രിംഗിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള സമയം എന്ന് പറയുന്നത് വിന്റർ ആൻഡ് സ്പ്രിംഗ് ആണ്. വിന്റർ ആൻഡ് സ്പ്രിംഗ്. ഓക്കെ, വിന്റർ ആൻഡ് സ്പ്രിംഗ് ആണ് നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയുള്ളത്. എപ്പിഡമിക്സ് ആർ ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ദി ഓവർ ക്രൗഡിങ്. ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അസുഖം പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് പറയാനുള്ളത്. ത്രൂ ഔട്ട് ദ ഇയർ മംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഇൻസിഡൻസ് പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പീക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ വിന്റർ ആൻഡ് സ്പ്രിംഗ് സീസണിലാണ്. പിന്നെ ഓവർ ക്രൗഡിങ് ഉണ്ടെങ്കിൽ, ഓവർ ക്രൗഡിങ് ഉണ്ടാകുമ്പോഴത്തേക്കും എന്തുണ്ടാകുന്നു, എപ്പിഡമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ അസുഖം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതല്ലെങ്കിൽ തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആകുമ്പോഴത്തേക്കും നമുക്കറിയാം ഓവർ ക്രൗഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സാധ്യതയുള്ള ഒരു ടൈമാണ് അല്ലെ. സോ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെയാണ്. നമുക്കറിയാം റെസ്പിറേറ്ററി ആണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ആയിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോഴത്തേക്കും എന്തുണ്ടാകുന്നു, അസുഖം മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെയാണ് അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്താണ്, ഇൻക്യുബേഷൻ പീരീഡ്. എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്, ഒരു 14 to 18 days ആണ് നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. വേരീസ് ഫ്രം 2 to 4 weeks ആണ്. 2 to 4 ആഴ്ച വരെ ഒരു വേരി ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ യൂഷ്വലി പറയുമ്പോഴത്തേക്ക് 14 to 18 days ആണ് നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മംസ് ഈസ് ജനറലി ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, നമുക്കറിയാം. അത് മാത്രമല്ല സബ് ക്ലിനിക്കൽ കേസസ് ആണ്. ഒരു 30 to 40% ഓഫ് ദ കേസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലിനിക്കലി നോൺ അപ്പാരന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് സിംറ്റംസ് ഒന്നും തന്നെ കാണിക്കാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞു സബ് ക്ലിനിക്കൽ കേസസ് ആണ് 30 to 40%. അവരാണ് കൂടുതലായിട്ട് നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് ആകുന്ന ഒരു സ്റ്റേജ് എന്നും പറയുന്നത്. ഇൻ ക്ലിനിക്കലി അപ്പാരന്റ് കേസസ്, അപ്പം 30 to 40% അവർക്ക് എന്തുണ്ടാകില്ല, സിംറ്റംസ് ഒന്നും കാണത്തില്ല, സബ് ക്ലിനിക്കൽ കേസസ് ആയിരിക്കും. ബാക്കിയുള്ള ആ ഒരു 60 അത്രയും പെർസെന്റേജ് ഉള്ള അവരെന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാകുന്ന അപ്പാരന്റ് കേസസ് ആകുമ്പോഴത്തേക്കും അവർക്ക് പെയിൻ ഉണ്ടാകും, സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും. എവിടെ, 1 or both പരോട്ടിഡ് ഗ്ലാൻസ്. അപ്പം 1-2 പരോട്ടിഡ് ഗ്ലാൻസും എൻലാർജ്ഡ് ആയിരിക്കും, സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും, വേദന ഉണ്ടായിരിക്കും. അത് മാത്രമല്ല പരോട്ടിഡ് ഗ്ലാൻസിന്റെ അടുത്ത് തന്നെ ഉള്ള 2 ഗ്ലാൻസ് ആണ് സബ് ലിംഗ്വൽ ആൻഡ് സബ് മാൻഡിബുലർ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ആ രണ്ടും ഇൻവോൾവ് ആകാൻ സാധ്യതയുണ്ട്. സബ് ലിംഗ്വൽ ഗ്ലാൻസും ഇൻവോൾവ്ഡ് ആകാനും അതുപോലെ തന്നെ സബ് മാൻഡിബുലർ ഗ്ലാൻസും ഇൻവോൾവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സബ് ലിംഗ്വൽ ഗ്ലാൻസും സബ് മാൻഡിബുലർ ഗ്ലാൻസും. ഓക്കെ, സബ്ലിംഗ്വൽ ആൻഡ് സബ് മാൻഡിബുലർ ഗ്ലാൻസ് ഇൻവോൾവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദ ചൈൽഡ് കംപ്ലൈൻസ് ഓഫ് ഇയർ ഓൺ ദി അഫക്റ്റഡ് സൈഡ് പ്രയർ ടു ദ ഓൺസെറ്റ് ഓഫ് സ്വെല്ലിംഗ്. ഇപ്പൊ നമുക്കിപ്പം ഈ വേദന വരുന്നതിന് അല്ലെങ്കിൽ സ്വെല്ലിംഗ് വരുന്നതിന് മുന്നേ ആ കുഞ്ഞിന് എന്തുണ്ടാകും, ആദ്യം ചെവി വേദനയായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ചെവി വേദനയായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു പരോട്ടിഡ് ഗ്ലാൻഡോ അല്ലെങ്കിൽ ബോത്ത് പരോട്ടിഡ് ഗ്ലാൻസിലും എൻലാർജ്മെന്റ് ഉണ്ടായിരിക്കും, വേദന ഉണ്ടായിരിക്കും. പിന്നെ 2 ഗ്ലാൻസിന്റെ കൂടെ ഇൻവോൾവ്മെന്റ് ഞാൻ പറയുന്നുണ്ടായിരുന്നു, സബ്ലിംഗ്വൽ ആൻഡ് സബ് മാൻഡിബുലർ ഗ്ലാൻസിന്റെ ഇൻവോൾവ്മെന്റും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത്
there may be pain and stiffness on opening the mouth. അപ്പൊ നമ്മൾ പറഞ്ഞു ചെവിവേദന ആദ്യം തുടങ്ങുന്നു, പിന്നീട് എന്തുണ്ടാകുന്നു, സ്വെല്ലിംഗ് ഉണ്ടായിരിക്കുന്നു, വേദന ഉണ്ടായിരിക്കുന്നു, വായ തുറക്കുന്ന സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. ഓക്കെ, ഒരു സ്റ്റിഫ്നെസ്, ഒരു പെയിനും സ്റ്റിഫ്നെസ്സും ഒക്കെ തന്നെ ആയിരിക്കും മൗത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്നത്. ദെൻ മംസ് മേ ഓൾസോ അഫക്ട്, ഞാൻ പറഞ്ഞു മറ്റു ഓർഗൻസിന്റെ ഇൻവോൾവ്മെന്റും ഈ ഇതിനുണ്ടാകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ടെസ്റ്റിസ്, പാൻക്രിയാസ്, അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഓവറീസ്, പ്രോസ്റ്റേറ്റ്, എല്ലാത്തിനെയും മറ്റ് ഓർഗൻസിനെയും ഇത് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാ? ടെസ്റ്റിസ് നമ്മൾ പറയും, കോംപ്ലിക്കേഷൻസിനകത്തൊക്കെ നമ്മൾ പറയും കേട്ടോ, ഓർക്കൈറ്റിസ്, അതുപോലെ തന്നെ ഓവറൈറ്റിസ് ഒക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സോ ടെസ്റ്റിസ്, പാൻക്രിയാസ്, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഓവറീസ്, പ്രോസ്റ്റേറ്റ് ഒക്കെ തന്നെ നമ്മൾ ഈ മംസ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. എന്താണ് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കലി അപ്പാരന്റ് ആയിട്ടുള്ള കേസസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അവർ കാണിക്കുന്നത്? അവർക്ക് പെയിൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഓൺ ഒരു പരോട്ടൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ബോത്ത് പരോട്ടൽ ഗ്ലാൻഡ്സിൽ അവർക്ക് എന്തുണ്ടായിരിക്കും? സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്താണ്? വൺ ഓർ ബോത്ത് പരോട്ടൽ ഗ്ലാൻഡ്സിൽ അവർക്ക് പെയിൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ വേദന വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്വെല്ലിംഗ് വരുന്നതിന് തൊട്ട് മുന്നേ എന്താണ്? ചെവി വേദന ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. വായ തുറക്കുമ്പോഴത്തേക്ക് എന്താണ്? പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും. പിന്നെ മറ്റ് ഓർഗൻസിനെയും അത് അഫക്ട് ചെയ്യുന്നു. ടെസ്റ്റിസ്, പാൻക്രിയാസ്, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഓവറീസ്, പ്രോസ്റ്റേറ്റ്, അങ്ങനെയുള്ള മറ്റ് പല ഓർഗൻസിനെയും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇൻ സിവിയർ കേസസ് ദർ മേ ബി ഫീവർ, ഹെഡേക്ക് ആൻഡ് അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് വിച്ച് മേ ലാസ്റ്റ് ഫ്രം 3 to 5 days. അപ്പോൾ ഒരു 3 തൊട്ട് 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പനിയും അതുപോലെ തന്നെ ഫീവർ, ഹെഡേക്ക് ഒക്കെ തന്നെ ആയിരിക്കും സിവിയർ ആയിട്ടുള്ള കേസസിന് ഉണ്ടാകുന്നത്. അപ്പൊ ഭയങ്കര സിവിയർ ആയിട്ടുള്ള കേസസിനാണെങ്കിൽ പനിയും തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു 3 to 5 days വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള മറ്റേ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. ദ സ്വെല്ലിംഗ് സബ്സൈഡ് സ്ലോലി ഓവർ 1 to 2 weeks. അപ്പം ഈ വീർത്തിരിക്കുന്ന അതെന്താണ്? സ്വെല്ലിംഗ് എന്ന് പറയുന്നത് സബ്സൈഡ് ചെയ്യുന്നത് ഒരു 1 to 2 weeks, 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കായിരിക്കും ഈ ഒരു സ്വെല്ലിംഗ് സബ്സൈഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? അപ്പം പെയിനും സ്വെല്ലിങ്ങും വൺ ഓർ ബോത്ത് പരോട്ടൽ ഗ്ലാൻഡ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബിഫോർ ചെവിവേദന ഉണ്ടായിരിക്കും, വായ തുറക്കുമ്പോഴത്തേക്ക് പെയിൻ ഉണ്ടായിരിക്കും. മറ്റ് പല ഓർഗൻസിനെയും ഇത് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സിംറ്റംസ് ചിലപ്പോൾ സിവിയർ കേസസ് ആണെങ്കിൽ പനിയും തലവേദനയൊക്കെ ഉണ്ടായിരിക്കും. ആ സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു 3 to 5 days ആകുമ്പോഴത്തേക്ക് സബ്സൈഡ് ആകുന്നു. ഈ സ്വെല്ലിംഗ് സബ്സൈഡ് ആണെങ്കിൽ ഒരു 1-2 ആഴ്ച എടുക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത് ഞാൻ പറഞ്ഞു കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഇതിന് എന്ത് കോംപ്ലിക്കേഷൻസ് ആണ്? ഓർക്കൈറ്റിസ് ഉണ്ട്, ഓവറൈറ്റിസ് ഉണ്ട്, പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ട്. ഇത് ഏതൊക്കെ ഓർഗൻസിനുണ്ട്? മറ്റു ഓർഗൻസിന് ഇൻവോൾവ് ആവുന്ന എല്ലാം നോക്കിക്കോ. പാൻക്രിയാറ്റൈറ്റിസ്, മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്നു, തൈറോയിഡൈറ്റിസ് ഉണ്ടാകുന്നു, ന്യൂറൈറ്റിസ് ഉണ്ടാകുന്നു, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു, മയോകാർഡൈറ്റിസ് ഉണ്ടാകുന്നു, സെൻസറി ന്യൂറൽ ഡെഫ്നെസ് ഉണ്ടാക്കുന്നു. ഓക്കെ, സെൻസറി ന്യൂറൽ ഡെഫ്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്കറിയാം ന്യൂറൽ ഇൻവോൾവ്മെന്റും കൂടെ വന്നിട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു ഹിയറിംഗ് ലോസ് ആണ് സംഭവിക്കുന്നത്. സെൻസറി ന്യൂറൽ ഡെഫ്നെസ് ഉണ്ടാകുന്നു. ഓക്കെ, തിരിച്ച് നമുക്ക് തിരികെ വരുന്ന ആ ഒരു അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പയർമെന്റ് അല്ല. ആ രീതിയിൽ സെൻസറി ന്യൂറൽ ഡെഫ്നെസ്സും ഉണ്ടാക്കുന്നു. ഇത്രയുമാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. എന്തൊക്കെയാണ്? ഓർക്കൈറ്റിസ്. ഓക്കെ, ദെൻ ഓർക്കൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെസ്റ്റിക്കിൾസിന്റെ ഇൻഫ്ലമേഷൻ വരുന്നു. ഓവറീസ്, ദെൻ അടുത്ത ഓവറൈറ്റിസ് അല്ല ഓവറീസിന്റെ ഇൻഫ്ലമേഷൻ, പാൻക്രിയാറ്റൈറ്റിസ്, മെനിഞ്ചോഎൻസെഫലൈറ്റിസ്, തൈറോയിഡൈറ്റിസ്, ന്യൂറൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ്, മയോകാർഡൈറ്റിസ് ആൻഡ് സെൻസറി ന്യൂറൽ ഡെഫ്നെസ്. ഓക്കെ, ഇത്രയാണ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം? ഓക്കെ, പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ആകെ നമുക്ക് ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വാക്സിൻ ആണ് ഇതിന്റെ പ്രിവെൻഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. നമുക്ക് ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന സ്ട്രെയിൻസ്, ഓക്കെ, സ്ട്രെയിൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ജെർലിൻ, RIT485, then Leningrad 3, then L Zagreb and Urate strains ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന സ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മുടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ജെർലിൻ സ്ട്രെയിൻ ഉണ്ട്, RIT4385 ഉണ്ട്, then Leningrad 3 ഉണ്ട്, L Zagreb ഉണ്ട് ആൻഡ് Urate സ്ട്രെയിൻസ് ആണ് നമ്മൾ മെയിൻലി എന്തിനു വേണ്ടിയിട്ട് ഈ മംസിന്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ വാക്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സിംഗിൾ ഡോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ പറയുന്ന സിംഗിൾ ഡോസ് എത്രയാണ്? 0.5 ml ഇൻട്രാമസ്കുലർലി ആണ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത്.
ഇൻട്രാമസ്കുലറി 0.5 ml ആണ് സിംഗിൾ ഡോസ് ആയിട്ട് കൊടുക്കുന്നത്. മെയിൻലി ഒരു 95% ഓഫ് വാക്സിൻസും ആന്റിബോഡീസ് ഒക്കെ തന്നെ ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ 1 to 1 year ഓഫ് ഏജിലാണ് നമ്മൾ ഫസ്റ്റ് ഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡോസ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ 1 year ഓഫ് ഏജിലായിരിക്കും. ഇൻ കോമ്പിനേഷൻ വിത്ത് നമ്മൾ എന്താണ് ചിലപ്പോൾ സിംഗിൾ ഡോസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പൈൻഡ് ഡോസ് ആയിട്ട് MMRന്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 1 yearലാണ് നമ്മൾ ഫസ്റ്റ് ഡോസ്. സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 4 to 6 years ഓഫ് ഏജിലാണ് നമ്മൾ സെക്കൻഡ് ഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇതൊരു ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ ആണ്. പിന്നെ എന്താണ് വൈഡ്ലി യൂസ്ഡ് സ്ട്രെയിൻസ് എന്ന് പറയുന്നത്, ഇത്രയും സ്ട്രെയിൻസ് ഞാൻ പറയുന്നത് ജെർലിൻ, RIT4385, ദെൻ ലെനിൻഗ്രാഡ് 3, എൽസാക്രബ് ആൻഡ് യുറേറ്റ് സ്ട്രെയിൻസ് ആണ് നമ്മൾ കൂടുതൽ വൈഡ്ലി യൂസ്ഡ് സ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സിംഗിൾ ഡോസ് 0.5 ml ആണ്, ഇൻട്രാമസ്കുലർലി ആണ് കൊടുക്കുന്നത് തന്നെ എന്താണ് ഏകദേശം 95% ഓഫ് ദ വാക്സിൻസും ഡിറ്റക്റ്റബിൾ ആന്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡോസ് ഓവർ 1 year ഓഫ് ഏജിലായിരിക്കും. ഒന്നേ എലോൺ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇൻ കോമ്പിനേഷൻ വിത്ത് MMR. ഓക്കെ, രണ്ടാമത്തെ ഡോസ് എന്ന് പറയുന്നത് 4 to 6 years ഓഫ് ഏജിലാണ് രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ വാക്സിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് മംസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കൺട്രോൾ ചെയ്യാനായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഡയഗ്നോസിസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻഫെക്ഷൻസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് മംസ് കൺട്രോൾ ചെയ്യാനായിട്ട്. ദ ലോങ് ആൻഡ് വേരിയബിൾ ഇൻക്യുബേഷൻ പീരീഡ് ആൻഡ് ഓക്കറൻസ് ഓഫ് സബ്ക്ലിനിക്കൽ കേസസ് മേക്ക് ദ കൺട്രോൾ ഓഫ് സ്പ്രെഡ് ഡിഫിക്കൽട്ട്. എന്താണ്, ഇൻക്യുബേഷൻ പീരീഡും ഭയങ്കര കൂടുതലാണ്. ഇൻക്യുബേഷൻ പീരീഡും ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ കേസസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് ഒക്കെ തന്നെ ഈ ഒരു സ്പ്രെഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് എന്താണ് കേസസ് കണ്ടുപിടിച്ചിട്ടുണ്ട് തന്നെ അവർ ഐസൊലേറ്റ് ചെയ്യുക. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് സബ്സൈഡ് ചെയ്യുന്നത് വരെ അവർ ഐസൊലേറ്റ് ചെയ്യുക. അവർ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ഡിസ്ഇൻഫെക്ട് ചെയ്യുക. ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താണ് സർവൈലൻസ്, ഈ കോൺടാക്ട്സിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സർവൈലൻസ് ഒക്കെ നമ്മൾ എന്താണ് ഒരു അണ്ടർ സർവൈലൻസിൽ കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത്രയും ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളത് കൊണ്ടും, അത് മാത്രമല്ല സബ് ക്ലിനിക്കൽ കേസസ് ഉള്ളത് കൊണ്ടും, അത് മാത്രമല്ല ഇത് ഭയങ്കര എന്താണ് ഡയഗ്നോസിസ് ചെയ്യുന്നതിന് മുന്നേ ഇൻഫെക്ഷൻസ് ആകുന്നത് കൊണ്ടും ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് മംസ് എന്ന് പറയുന്നത്. ഓക്കെ, മംസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും നമ്മൾ പറഞ്ഞു. RNA വൈറസ് ആണ്, ഇതും ഒരു RNA വൈറസ് ആണ് നമ്മൾ ഈ മംസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അതിന്റെ കുറെ സിംറ്റംസ് ഉണ്ട്. പൈറോട്ടിക് ഗ്ലാൻസിന്റെ എൻലാർജ്മെന്റ് ആണ് മെയിൻലി നമ്മൾ മംസ് എന്ന് പറയുന്നത്. 1 അല്ലെങ്കിൽ ബോത്ത് പൈറോട്ടിക് ഗ്ലാൻസ് എൻലാർജ്ഡ് ആകുന്നു. ചെവി വേദന ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നീട് വായ തുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര പെയിനും സ്റ്റിഫ്നെസ്സും ഒക്കെ ഉണ്ടാകുന്നു. മറ്റു ഓർഗൻസ്, ഓവറീസ്, അതുപോലെ തന്നെ ടെസ്റ്റിക്കിൾസ്, അതുപോലെ തന്നെ സെൻട്രൽ നർവസ് സിസ്റ്റം ഇൻവോൾവ്മെന്റ്, പാൻക്രിയാസ്, അങ്ങനെ പല ഓർഗൻസിനെയും ഇത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വാക്സിനിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന കുറെ സ്ട്രെയിൻസിനെ പറ്റി നമ്മൾ പറയുന്നു, പിന്നെ കൺട്രോളിനെ പറ്റി പറഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ പോകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് റുബെല്ല. ഓക്കെ, ഇതാണ് റുബെല്ല എന്ന് പറയുന്നത്. എന്താണ് റുബെല്ല? ഇറ്റ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ, എന്താ നമ്മൾ മംസിനെ പറ്റിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് റൂബ്യൂള എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അല്ലെ. അതാണ് റൂബ്യൂള. ഓക്കെ, ഇനി എന്താണ് റുബെല്ല? സോ ഇറ്റ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ റുബെല്ല വൈറസ്. ഓക്കെ, the name is derived from the Latin word. It is meaning എന്ത്, ലിറ്റിൽ റെഡ് എന്നാണ് ഈ ഒരു ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ലിറ്റിൽ റെഡ്. ഓക്കെ, ലിറ്റിൽ റെഡ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ, അല്ലെങ്കിൽ അതിന്റെ മീനിങ് ലിറ്റിൽ റെഡ് എന്നുള്ള മീനിങ്ങോട് കൂടി വരുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് നമ്മുടെ റുബെല്ല എന്നുള്ള ഒരു വാക്ക് വന്നേക്കുന്നത്. റുബെല്ല ഈസ് ഓൾസോ നോൺ ആസ് തേർഡ് ഡേ മീസിൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ മറ്റു പേരുകൾ പറയുവാണ്. തേർഡ് ഡേ മീസിൽസ് എന്ന് പറയുന്നുണ്ട്, ജർമ്മൻ മീസിൽസ് എന്നൊക്കെ നമ്മൾ റുബെല്ലയെ പറയുന്നുണ്ട്. തേർഡ് ഡേ മീസിൽസ്, ജർമ്മൻ മീസിൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജർമ്മൻ മീസിൽസ് എന്നൊക്കെ ഉള്ള ഒരു വേറൊരു പേരിൽ അറിയപ്പെടുന്നതെന്ന് പറയുന്നത്, ബിക്കോസ് ദ ഡിസീസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ എ ജർമ്മൻ ഫിസിഷ്യൻ. എന്താണ്? ഫ്രെഡറിച്ച് ഹോഫ്മാൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിസിഷ്യൻ ആണ് ഈ ഡിസീസിനെ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജർമ്മൻ മീസിൽസ് എന്നുള്ളൊരു പേരിൽ അത് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല തേർഡ് ഡേ മീസിൽസ് എന്നൊക്കെ തന്നെ ഇത് അറിയപ്പെടുന്നു. ഇത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ വാക്ക് ഡിറൈവ് ചെയ്തേക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ലിറ്റിൽ റെഡ് എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിഡ് 18th സെഞ്ചുറിയിലാണ് ഈ ഒരു ഡിസീസ് എന്ത് ചെയ്തേക്കുന്നത്, ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഒരു ജർമ്മൻ ഫിസിഷ്യൻ ആയിട്ടുള്ള ഫ്രെഡറിച്ച് ഹോഫ്മാൻ ആണ് അത് എന്ത് ചെയ്തേക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് അത് കോസ്ഡ് ബൈ എ RNA വൈറസ് ഓഫ് ടോഗ വൈറസ് ഫാമിലി. ഇതൊരു RNA വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി ഏതാണ്? ടോഗ വൈറസ് ഫാമിലി.
സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതലും സബ് ക്ലിനിക്കൽ കേസസ് ആണ് മേജർ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സിംറ്റംസ് കാണിക്കാത്ത രീതിയിലുള്ള സബ് ക്ലിനിക്കൽ കേസസ് ആണ് മേജർ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല മീസിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന കണ്ടീഷനാണ് മീസിൽസ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് മച്ച് ലെസ് കമ്മ്യൂണിക്കബിൾ ആണ് ദാൻ മീസിൽസ്. ഓക്കെ, അതിന്റെ കമ്മ്യൂണിക്കബിലിറ്റി പറയുമ്പോഴത്തേക്കും 1 week ബിഫോർ ദ സിംറ്റംസ് ടു അബൌട്ട് 1 week ആഫ്റ്റർ റാഷ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് റാഷ് വന്നു കഴിഞ്ഞിട്ട് എന്താണ് റാഷ് വന്നു കഴിഞ്ഞാൽ വരുന്നതിന് ഒരു 1 week ബിഫോറും അതല്ലെങ്കിൽ എന്താണ് 1 week ബിഫോർ ദ സിംറ്റംസ് 1 week ബിഫോർ ദ സിംറ്റംസ് അല്ലെങ്കിൽ എന്താണ് 1 week ആഫ്റ്റർ ദി റാഷ് ആണ്. റാഷ് വരുന്നതിന് ഒരാഴ്ച മുന്നേയും റാഷ് വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്താണ് ഇതിന്റെ കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ മറ്റേ മംസിൽ പറയുന്നതാണ് 4 to 6 days ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് സിംറ്റംസും ആഫ്റ്റർ 7 days സിംറ്റംസ് വന്ന് 7 days കഴിഞ്ഞിട്ടും. ഇവിടെയും എങ്ങനെയാണ് 1 week ബിഫോർ സിംറ്റംസും 1 week ആഫ്റ്റർ റാഷ് അപ്പിയേഴ്സ് ആണ് നമ്മുടെ ആ ഒരു പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതെന്ന് പറയുന്നത് ഇതും ഒരു ഡിസീസ് ഓഫ് ചൈൽഡ്ഹുഡ് തന്നെയാണ്. പറയുന്ന ഏജ് എന്ന് പറയുന്നത് 3 to 10 years ആണ്. ഇതിന്റെ ഒരു ഏജ് പറയുന്നത് 3 to 10 years ആണ്. അതിന്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 3 to 10 years ആണ്. 3 to 10 years ആണ് അതിന്റെ പറയുന്നത്. അത് മാത്രമല്ല ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സിംഗിൾ അറ്റാക്ക് തന്നെയാണ്. ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഭയങ്കര റെയർ ആണ്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ എന്ത് പറയുന്നത് റുബെല്ല എന്ന് പറയുന്നത്. 3 to 10 years ആണ് ഇതിന്റെ ഡിസീസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്നതിനാണ് റുബെല്ലയും അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് റുബെല്ല ഈസ് ട്രാൻസ്മിറ്റഡ് എങ്ങനെയാണ്? ഡയറക്ട്ലി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആണ്. നമുക്കറിയാം ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ നമ്മൾ നോസ് ആൻഡ് ത്രോട്ട് വഴിയുള്ള ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വഴിയാണ് നമ്മുടെ റുബെല്ലയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. പോർട്ടൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് എന്താണ്? റെസ്പിറേറ്ററി റൂട്ട് വഴി തന്നെയാണ് അതും എന്ത് ചെയ്യുന്നത്? എൻ്റർ ചെയ്യുന്നത്, മറ്റൊരാളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ദ വൈറസ് ക്യാൻ ക്രോസ് ദ പ്ലാസെന്റ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. റുബെല്ലയ്ക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ വൈറസ് എന്ന് പറയുന്നത് പ്ലാസെന്റ എന്ത് ചെയ്യും? ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആൻഡ് ഇൻഫെക്ട് ദ ഫീറ്റസ് ഇൻ യൂട്രസ്. യൂട്രസിൽ തന്നെ വെച്ചിട്ടുള്ള എന്ത് ചെയ്യും? ആ ഫീറ്റസിന് എന്ത് ചെയ്യും? അത് എന്താണ്? ഇൻഫെക്ഷ്യസ് ആക്കുന്നു. യൂട്രസിൽ തന്നെയുള്ള ഫീറ്റസിനെ ഇൻഫെക്ഷ്യസ് ആക്കിയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം ഉണ്ടാക്കുന്നു. ന്യൂബോണിൽ കൺജനൈറ്റൽ റുബെല്ല ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് റുബെല്ലയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്താണ് റുബെല്ല എന്ന് പറയുന്നത്? അമ്മയ്ക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു മദറിന് വന്നു കഴിഞ്ഞാൽ ആ അമ്മയിൽ നിന്ന് എന്താണ് യൂട്രസിനുള്ളിൽ തന്നെയുള്ള കുഞ്ഞിലേക്ക് അത് ഇൻഫെക്ട് ആകാനും കുഞ്ഞിന് കൺജനൈറ്റൽ റുബെല്ല വരാനുള്ള സാധ്യത, ന്യൂബോണിന് കൺജനൈറ്റൽ റുബെല്ല വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതാണ് റുബെല്ലയുടെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റുബെല്ല സിംറ്റംസ് നോർമലി അപ്പിയർ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു 14 to 21 days കഴിഞ്ഞിട്ടാണ്. ഒരു എന്താണ് ആഫ്റ്റർ ഇൻഫെക്ഷൻ ഒരു 14 to 21 days കഴിയുമ്പോഴത്തേക്കാണ് റുബെല്ല സിംറ്റംസ് എല്ലാം തന്നെ അപ്പിയർ ആയി തുടങ്ങുന്നത്. റാഷ് ഓഫൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫേസിലായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നീട് ട്രങ്കിലേക്ക് പോയിട്ട് ലിംസിലേക്ക് പോകുന്നു. അതാണ് നമ്മുടെ റാഷിന്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ആദ്യം ഫേസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് ട്രങ്കിലേക്ക് പോയിട്ട് ലിംസിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ റുബെല്ലയുടെ ആ ഒരു എന്താണ് റാഷസ് വരുന്നത് ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ആഫ്റ്റർ 3 to 5 days ഇറ്റ് ഫെയ്ഡ്സ് ആൻഡ് ഡിസപ്പിയേഴ്സ്. ഇറ്റ് ക്യാൻ ബി ഇച്ചി. ഓക്കെ, അപ്പൊ അത് ഒരു 3 to 5 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ഫെയ്ഡ് ആവുന്നു, അത് ഡിസപ്പിയർ ആവുന്നു. ഈ റാഷസ് എല്ലാം തന്നെ ഡിസപ്പിയർ ആവുന്നു. ചിലപ്പോൾ സംടൈംസ് ഇത് എന്താണ് ഇതൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, അത് എങ്കിലും നമ്മുടെ എന്താണ് ചിക്കൻ പോക്സ് ഒക്കെ പറയത്തില്ല, അത്രയും ആ ഒരു ഇച്ചി ആ ഒരു ഫീൽ ഒന്നും കാണത്തില്ല റുബെല്ലയ്ക്ക്. 3 to 5 days കഴിയുമ്പോഴത്തേക്ക് അത് ഫെയ്ഡ് ആവുന്നു, ഡിസപ്പിയർ ആയി പോകുന്നു. ഓക്കെ, അത് സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഇച്ചി എന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റ് സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്റ്റഫി ആൻഡ് റണ്ണി നോസ് ഉണ്ടായിരിക്കും. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കും, മൈൽഡ് ഫീവർ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തൊക്കെയാ? സ്റ്റഫി ആൻഡ് റണ്ണി നോസ്, ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കുന്നു, മൈൽഡ് ഫീവർ ഉണ്ടായിരിക്കുന്നു. അത് മാത്രമല്ല റെഡ് ഇൻഫ്ലെയിംഡ് ഐസ് ഉണ്ടായിരിക്കുന്നു, നെർവ് ഇൻഫ്ലമേഷൻ ഉണ്ടാകാം, എൻലാർജ്ഡ് ആൻഡ് ടെൻഡർ ലിംഫ് നോഡ്സ് ഉണ്ടായിരിക്കും, ഏക്കിംഗ് ജോയിന്റ്സ് ഉണ്ടായിരിക്കും. ഇത്രയും സിംറ്റംസ് ആണ് മെയിൻലി റുബെല്ലയുടെ കൂടെ ഉണ്ടാക്കുന്നത്. സ്റ്റഫി ആൻഡ് റണ്ണി നോസ്, ഹെഡ് ഏക്ക്, മൈൽഡ് ഫീവർ, റെഡ് ഇൻഫ്ലെയിംഡ് ഐസ് കണ്ടൊക്കെ ചുമന്നിരിക്കും. പിന്നെ നെർവ് ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കാം. അത് എവിടെയാണ് അഫക്റ്റഡ് ആയിട്ടുള്ള എൻലാർജ്ഡ് ആൻഡ് ടെൻഡർ ലിംഫ് നോഡ്സ് ഉണ്ടായിരിക്കും, ജോയിന്റ് പെയിന് എല്ലാം തന്നെ ഉണ്ടായിരിക്കും നമ്മുടെ റുബെല്ലയ്ക്ക്. മറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ
ത്രോട്ട് കൾച്ചർ ഫോർ വൈറസ് ഐസൊലേഷൻ ആൻഡ് സെറോളജി. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഹീം അഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ് ആണ് മെയിൻലി നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹീം അഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ് ആണ്. എന്താണ് ഹീം അഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. ത്രോട്ട് കൾച്ചർ ആണ് നമ്മൾ മെയിൻലി എടുക്കുന്നത്. വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എന്താണ്? ത്രോട്ട് കൾച്ചർ ആണ് എടുക്കുന്നത്. ഹീം അഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ് HAI എന്നാണ് നമ്മൾ ഇതിന്റെ ടെസ്റ്റിന് പറയുന്നത്. മറ്റു ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? എലൈസ ടെസ്റ്റ് ഉണ്ട്, റേഡിയോ ഇമ്മ്യൂൺ അസേ, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ. മറ്റു ടെസ്റ്റുകളായിട്ടുള്ള എലൈസ അതുപോലെ തന്നെ റേഡിയോ ഇമ്മ്യൂൺ അസേ ഒക്കെ ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീം അഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. റുബെല്ല ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നന്റ് വിമൺ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ടൈം 3 months of pregnancy may result in the baby being born with the birth defects. Okay, birth defects or congenital rubella syndrome. എന്താണ്? ഒരു 3 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് റുബെല്ല ഇൻഫെക്ഷൻ വരുവാണ് എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകാം? ബർത്ത് ഡിഫക്റ്റുകളോടുകൂടി കുഞ്ഞ് ജനിക്കാനോ അല്ലെങ്കിൽ കൺജനേറ്റൽ റുബെല്ല സിൻഡ്രോം, നേരത്തെ ഞാൻ പറഞ്ഞു ഇതെന്താണ്? പ്ലാസിന്റെ ക്രോസ് ചെയ്തിട്ട് കൺജനേറ്റൽ റുബെല്ല സിൻഡ്രോം ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതാണ് പ്രഗ്നൻസിയിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഡിസീസ് ആണ് കൺജനേറ്റൽ റുബെല്ല എന്ന് പറയുന്നത്. Okay, congenital rubella syndrome occurs when a pregnant woman contracts the rubella virus and it passes through the placenta to the unborn child. അപ്പം അൺബോൺ ചൈൽഡിലേക്ക് എന്തുണ്ടാക്കുന്നു? ആ റുബെല്ല വൈറസ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദ റുബെല്ല വൈറസ് ക്യാൻ പാസ് ത്രൂ ദി പ്ലാസന്റ് ആൻഡ് മൂവ് ത്രൂ ദി ഫീറ്റൽ സർക്കുലേഷൻ. അപ്പൊ റുബെല്ല വൈറസിന്റെ പ്ലാസന്റ് പാസ് ചെയ്ത് ഫീറ്റൽ സർക്കുലേഷൻ വഴി മൂവ് ചെയ്ത് കുഞ്ഞിലേക്ക് എത്താനും ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് ദ സെൽസ്. ഒക്കെ ഇത് എങ്ങനെയാണ് നമ്മൾ ഇൻഫെക്ഷൻസ് ആകുന്നത്? എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് ദി cells. Okay, it can destroy the cells and prevent them from dividing. അപ്പൊ സെൽസ് ഒന്നും തന്നെ ഡിവൈഡ് ചെയ്യാതെ അങ്ങനെയാണ് കുഞ്ഞിനെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? കൺജനറ്റൽ റുബെല്ല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സെൽസിനെല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? പ്രിവെന്റ് ദം ഫ്രം ഡിവൈഡിങ്. സെൽസ് ഡിവൈഡഡ് ആയിട്ടല്ലേ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഓരോ ഓർഗൻസ് ഡെവലപ്പ് ആവുന്നതൊക്കെ തന്നെ സെൽസ് എല്ലാം ഡിവൈഡ് ചെയ്തിട്ടാണ് അല്ലെ? ആ സെൽ ഡിവിഷനിൽ ഒന്നും തന്നെ സഹായിക്കത്തില്ല. അങ്ങനെയാണ് എന്തുണ്ടാകുന്ന അവർക്ക് ബർത്ത് ഡിഫക്റ്റോട് കൂടിയോ അല്ലെങ്കിൽ കൺജനറ്റൽ റുബെല്ല സിൻഡ്രോമോട് കൂടിയോ തന്നെ അവര് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജനിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് കൺജനറ്റൽ റുബെല്ല സിൻഡ്രോം അല്ലെങ്കിൽ എന്താണ് റുബെല്ല എങ്ങനെ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, then this can trigger a loss of pregnancy or stillbirth, or it can cause severe damage to the developing fetus, especially cataract ഉണ്ടാകാം, deafness ഉണ്ടാകാം, നേരത്തെ പറഞ്ഞതിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന് പറഞ്ഞില്ലായിരുന്നു, അങ്ങനെ ഡെഫ്നെസ് ഉണ്ടാകാം. അതുപോലെ തന്നെ കാർഡിയക് മാൽഫോർമേഷൻസ്, പേറ്റന്റ് ഡക്ടസ് ആർട്ടിയോറസിസ് എന്നാണ് PDA എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രഗ്നൻസി ലോസ് സംഭവിക്കാം, സ്റ്റിൽ ബർത്ത് സംഭവിക്കാം. അത് മാത്രമല്ല എന്താണ് ഡെവലപ്പിംഗ് ഫീറ്റസിന് സിവിയർ ഡാമേജ് ഉണ്ടാക്കാം. കുഞ്ഞുങ്ങൾ എന്താണ് എസ്പെഷ്യലി കാറ്ററാക്ട്, അതുപോലെ തന്നെ ഡെഫ്നെസ്, ഹിയറിംഗ് ലോസ് ഉണ്ടാക്കുന്നു. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നെർവ് ഇൻവോൾവ്മെന്റോട് കൂടിയുള്ള ഹിയറിംഗ് ലോസ് ആകുമ്പോഴത്തേക്കും അത് തിരികെ വരുന്ന ഒരു കണ്ടീഷൻ അല്ല. ആൻഡ് കാർഡിയാക് മാൽഫോർമേഷൻസ്, PDA, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ഒക്കെയാണ് മെയിൻലി കാർഡിയക് മാൽഫോർമേഷൻസ് ഒക്കെ ഓടുകൂടിയായിരിക്കും കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഇതാണ് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റുബെല്ല പ്രഗ്നൻസിയിൽ തന്നെ പ്ലാസിന്റെ ക്രോസ് ചെയ്യുവാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളാണ് മെയിൻലി കുഞ്ഞിന് ഉണ്ടാകുന്നത്. ബർത്ത് ഡിഫക്ട്സും കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോമും ഉണ്ടാക്കുന്നു. റുബെല്ല വാക്സിൻ, അപ്പൊ അതിന്റെ ഒരു പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? റുബെല്ല വാക്സിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. മെയിൻലി ഗിവൺ ടു ചിൽഡ്രൻ അറ്റ് 15 months of age. 15 monthസിലാകുമ്പോഴത്തേക്കും നമ്മൾ ആസ് പാർട്ട് ഓഫ് ദി MMR മീസിൽസ്, മംസ് മീസിൽസ് റുബെല്ല MMR ഇമ്മ്യൂണൈസേഷന്റെ കൂടെ തന്നെ നമ്മൾ റുബെല്ല കൊടുക്കുന്നു. പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്യുക. പിന്നെ സ്ട്രിക്ട് അവോയ്ഡൻസ് ഓഫ് ദ ക്ലോസ് കോൺടാക്ട് വിത്ത് ദ പേഷ്യന്റ്. എന്താണ് ക്ലോസ് കോൺടാക്ട്? പേഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് കോൺടാക്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇത് പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റുബെല്ല നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ മംസിന്റെ കുറെ സ്ട്രെയിൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രെയിൻസ് എന്ന് പറയുന്നത് RA273 ആണ് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ലൈവ് അറ്റൻഡഡ് വാക്സിൻ തന്നെയാണ്. RA273 വാക്സിൻ ആണ് കൊടുക്കുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വാക്സിൻ കൊടുത്തൊരു 14 to 16 days കഴിയുമ്പോഴത്തേക്കുമാണ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. ആൻഡ് ഡോസ് ആൻഡ് റൂട്ട് എന്ന് പറയുന്നത് 0.5 ml സബ്ക്യൂട്ടേനിയസ്ലി ആണ് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസിയിൽ ഒരു കാരണവശാലും റുബെല്ല വാക്സിൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസിയിൽ കൊടുക്കാനായിട്ട് പാടില്ല. വാക്സിൻസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ഫോർ റുബെല്ല വാക്സിൻ ഇൻ ഇന്ത്യ. മെയിൻലി ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെയാണ് വാക്സിൻ കൊടുക്കുന്ന, ഇന്ത്യയിൽ വാക്സിൻ കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ കൊടുക്കുന്നത് 15 to 19 ഇയേഴ്സ് ഉള്ള റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസിനാണ് മെയിൻലി നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി റുബെല്ല വാക്സിൻ ഇന്ത്യയിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? 15 to 49 ഇയേഴ്സിലുള്ള റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും 1 to 14 ഇയേഴ്സ് ആയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയാണ് സെക്കൻഡ് പ്രയോറിറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത്. തേർഡ് പ്രയോറിറ്റിയെ വരുന്നുള്ളൂ നമ്മുടെ റുട്ടീൻ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പറയത്തില്ലേ, ഒരു വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ പറയുന്നത് തേർഡ് പ്രയോറിറ്റി ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് 15 to 49 ഇയേഴ്സിലുള്ള റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസിനാണ് മെയിൻലി ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് പറയുന്നത്. സെക്കൻഡ് പ്രയോറിറ്റി ഓൾ ചിൽഡ്രൻ 1 to 14 ഇയേഴ്സ്, 1 to 14 ഇയേഴ്സിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി പറയുന്നു. തേർഡ് പ്രയോറിറ്റി നമ്മൾ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ, റുട്ടീൻ ആയിട്ടുള്ള യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ എല്ലാ ഏജ് 1 ആയിട്ടുള്ള ഒരു കൊച്ചുങ്ങൾ 1 ഇയർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കുള്ള റുട്ടീൻ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ആണ് തേർഡ് പ്രയോറിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റുബെല്ലയെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇപ്പൊ ഇത്ര നമ്മൾ എന്താണ് റുബെല്ല എന്ന് പറഞ്ഞു, റുബെല്ലയുടെ ഏജന്റ് ഏതാണെന്ന് പറഞ്ഞു, അത് മാത്രമല്ല റുബെല്ല എങ്ങനെ നമുക്ക് അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, വാക്സിനെ പറ്റിയിട്ട് നമ്മൾ അതിന്റെ പ്രിവെൻഷൻ വാക്സിനേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ പറ്റി പറഞ്ഞു. പിന്നെ ഈ ഒരു റുബെല്ല വാക്സിൻ കൊടുക്കുന്ന പ്രയോറിറ്റി ഗ്രൂപ്പ്, ഇന്ത്യയിലുള്ള റുബെല്ല വാക്സിൻ കൊടുക്കുന്ന പ്രയോറിറ്റി ഗ്രൂപ്പ്സ് എന്താണ്, ആ ഒരു പ്രയോറിറ്റി ആർക്കാണ് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, സെക്കൻഡ് പ്രയോറിറ്റി ആർക്കാണ്, തേർഡ് പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. മനസ്സിലായോ റുബെല്ല? ഓക്കെ, നമ്മൾ അടുത്ത് പോകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മീസിൽസ് ആണ്. ഓക്കെ, ഇതൊരു മീസിൽസിനെ പറ്റിയാണ് നമ്മൾ അടുത്തിനി പോകുന്നത്. അതും നമ്മളിപ്പോ ഇതിൽ പറഞ്ഞ 3 കണ്ടീഷൻസിനെ പറയുമ്പോഴത്തേക്ക് റാഷസ് വരുന്ന 2 കണ്ടീഷൻസ് ആണ് നമ്മുടെ ഈ മീസിൽസും റുബെല്ല എന്ന് പറയുന്നത്. ഓക്കെ, മീസിൽസും ഇതൊരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു വൈറൽ റെസ്പിറേറ്ററി ഇൽനെസ് തന്നെയാണ്. ട്രാൻസ്മിറ്റഡ് ബൈ എങ്ങനെയാണ്? ഡയറക്റ്റ് കോൺടാക്ട് ആണ് വിത്ത് ഇൻഫെക്ഷ്യസ് ഡ്രോപ്ലെറ്റ്സ് ഓർ എയർബോൺ റൂട്ട് വഴി തന്നെയാണ് നമ്മുടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് തന്നെയാണ് മീസിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് R0. എന്താണ് R0 എന്ന് പറയുന്നത്? R0 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ എന്താണ് ഇൻഫെക്റ്റഡ് ബൈ ദി സിംഗിൾ കേസ്. അപ്പൊ ഒരു സിംഗിൾ കേസ് കാരണം എന്താണ് ഇൻഫെക്റ്റഡ് ആകുന്ന നമ്പർ ഓഫ് കേസസിനാണ് നമ്മൾ R0 എന്ന് പറയുന്നത്. അപ്പൊ R0 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ ഇൻഫെക്റ്റഡ് ബൈ എ സിംഗിൾ കേസ്. ഒരു സിംഗിൾ കേസ്, ഒരു കേസിൽ നിന്ന് എത്ര ആൾക്കാർ എന്താണ് ഇൻഫെക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് R0. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു 12 to 16 ആണ്. എന്താണ്? ഒരു മീസിൽസിന്റെ വാക്സിൻ എടുക്കാത്ത ഒരു അൺവാക്സിനേറ്റഡ് പോപ്പുലേഷനുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും, ഒരു സിംഗിൾ കേസ് മീസിൽസ് ഉള്ള ഒരു സിംഗിൾ കേസ് എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും അതിലുള്ള 12 തൊട്ട് 16 പേർക്ക് എന്തുണ്ടാക്കാൻ, അസുഖം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് മീസിൽസ് എന്ന് പറയുന്നതാണ് R0. സിംഗിൾ കേസിൽ നിന്ന് എത്ര പേർക്ക് അസുഖം ഉണ്ടാകുന്നു എന്നുള്ള R0 അതൊരു 12 to 16 ആണ്. ഒരു അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ 12 to 16 ആണ് നമ്മുടെ മീസിൽസിന്റെ കേസിൽ R0 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ്? ഇവിടെ നമുക്ക് പ്രൊഡ്രോമ ഫീവർ ഉണ്ടാകും. നമ്മുടെ ഫീവറിന്റെ ആ ഒരു എന്താണ് ഡിഗ്രി മെയിൻലി നമ്മൾ ഓർക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. 105 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മുടെ പനി ഉണ്ടാകുന്നത് പറഞ്ഞാൽ 105 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് മാത്രമല്ല മലേസ് ഉണ്ടാക്കുന്നു. ഓക്കെ, 105 ഡിഗ്രി ഫാരൻഹീറ്റ് പനി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മലേസ്, കഫ്, കൊറൈസ ആൻഡ് കൺജക്ടിവൈറ്റിസ്. അതിന് നമ്മൾ പറയുന്നത് 3 C's ആണ്. എന്താണ്? കഫ്, കൊറൈസ, കൺജക്ടിവൈറ്റിസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 C's എന്ന് പറയുന്നത്. 3 C's എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കഫ്, കൊറൈസ ആൻഡ് കൺജക്ടിവൈറ്റിസ്, ചുമ, അത് മാത്രമല്ല മൂക്കൊലിപ്പ്, അതുപോലെ കൺജക്ടിവൈറ്റിസ്. അങ്ങനെ 3 C's ഓഫ് മീസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഫ്, കൊറൈസ ആൻഡ് കൺജക്ടിവൈറ്റിസ്. 3 C's. ഓക്കെ, 3 C's ആണ് നമ്മുടെ കഫ്, കൊറൈസ ആൻഡ് കൺജക്ടിവൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ ഓർക്കേണ്ടതാണ് 105 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മുടെ മീസിൽസിന്റെ പനി എന്ന് പറയുന്നത്. 105 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ആൻഡ് പത്തോഗ്നോമിയാനിക് എനന്തീമ എന്ന് പറയുന്നത് അടുത്തൊരു എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ കൊപ്ലിക് സ്പോട്ട്. കൊപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൗത്തിനകത്ത്, വായ്ക്കകത്ത് എന്താണ് വൈറ്റ് കളറിലൊക്കെ ആയിട്ടുള്ള ഒരു എന്താണ് പത്തോഗ്നോമിയാനിക് എനന്തീമ ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വായ്ക്കകത്ത് എന്താണ് ഇങ്ങനത്തെ കൊപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലുള്ള സ്പോട്ടുകൾ, റാഷസ് വരുന്നതിനെയാണ് നമ്മൾ
പത്തോഗ്നോപോഡിക് അനാന്തീമ ഉണ്ടാകുക എന്ന് പറയുന്നത് ഫോളോഡ് ബൈ മാക്യുലോ പാപ്പുലർ റാഷസ്. നമ്മുടെ ബോഡിക്കകത്ത് ഫുള്ളിൽ മാക്യൂൾസ്, പാപ്യൂൾസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന റാഷസും ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മീസിൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്ലിനിക്കൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് 104.5 ഡിഗ്രി ഫാരൻഹീറ്റിലുള്ള പനി ഉണ്ടായിരിക്കും, പിന്നെ മലൈസ് ഉണ്ടായിരിക്കും, കഫ് കൊറൈസ കൺജങ്ക്റ്റിവൈറ്റിസ് 3Cs ഉണ്ടായിരിക്കും, അത് മാത്രമല്ല കൊപ്ലിക് സ്പോട്ട് ഉണ്ടായിരിക്കും, മാക്യുലോ പാപ്പുലർ റാഷസ് ഉണ്ടായിരിക്കും. ഓക്കെ. Okay, and the rash usually appears about 14 days after a person is exposed. ഒരു പേഴ്സൺ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞ ഒരു 14 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് എന്തുണ്ടാകുന്ന റാഷസ് യൂഷ്വലി അപ്പിയർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസീസ് ഈസ് ഓൾസോ നോൺ ആസ് നമ്മുടെ ഡിസീസിനെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഖസ്ര അല്ലെങ്കിൽ റൂബിയോള എന്നൊക്കെ നമ്മൾ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. റുബല്ല അല്ല, എന്ത് ഖസ്ര അല്ലെങ്കിൽ റൂബിയോള എന്ന് നമ്മൾ മീസിൽസിനെ അറിയപ്പെടുന്നുണ്ട്. വിച്ച് മീൻസ് റെഡ് സ്പോട്ട് എന്നാണ്. റെഡ് സ്പോട്ട് എന്നുള്ള മീനിങ്ങോട് കൂടിയാണ് നമ്മൾ ഖസ്ര അല്ലെങ്കിൽ റൂബിയോള എന്നതുകൊണ്ട് മീസിൽസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്. ഓക്കോസ് ഓൺലി ഇൻ ഹ്യൂമൻസ്, മനുഷ്യന്മാരിൽ മാത്രം ഉണ്ടാകുന്ന അസുഖമാണ് ഇത്. അത് മാത്രമല്ല ഇതിന്റെ ഏജന്റ് എന്ന് പറയുന്നത് RNA പാരാമിക്സോ വൈറസ് ആണ്. അതിന്റെ ഏജന്റ് എന്ന് പറയുന്നത് RNA പാരാമിക്സോ വൈറസ് ആണ്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. റെസ്പിറേറ്ററി റൂട്ട് വഴിയാണ്, റെസ്പിറേറ്ററി ട്രാക്ട് വഴി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 10 to 14 days. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്ത് മീസിൽസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 10 to 14 days ആണ്. 10 to 14 days ആണ് അവിടെ മീസിൽസിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. 10 to 14 days ആണ് നമ്മുടെ മീസിൽസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുന്നത് 4 days ബിഫോർ ആൻഡ് 5 days ആഫ്റ്റർ ദി അപ്പിയറൻസ് ഓഫ് റാഷ് വരുന്നതിന് 4 ദിവസത്തിന് മുന്നേയും റാഷ് വന്നു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷവും. ഇതാണ് ഇതിന്റെ പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുന്നത്. പോർട്ടൽ ഓഫ് എൻട്രി, മറ്റൊരാളിലേക്ക് കയറുന്നത് റെസ്പിറേറ്ററി ട്രാക്ട് വഴി തന്നെയാണ് മറ്റൊരാളിലേക്ക് കയറുന്നത്. അത് മാത്രമല്ല കൺജങ്ക്റ്റീവ വഴിയും ചിലപ്പോൾ കൺജങ്ക്റ്റീവ വഴിയും ക്യാൻ ഓൾസോ ഒക്കർ, അല്ലെങ്കിൽ എന്താണ് എൻട്രി ക്യാൻ ഓൾസോ ഒക്കർ ത്രൂ കൺജങ്ക്റ്റീവ. അപ്പൊ അത് മാത്രമല്ല സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത് 80% ആണ്. അപ്പൊ നമ്മുടെ മംസിന്റെ കേസ് പറയുന്നത് 86% ആണ് നമ്മുടെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ്. അപ്പൊ മംസിന്റെ കേസസ് എന്താണ് നമ്മൾ പറഞ്ഞത്, മംസിന് 86% പറഞ്ഞു. അത് മാത്രമല്ല എന്താണ് റുബല്ലയുടെ കേസ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാല് എന്താണ് ഒരു റെയർ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത് റെയർ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ത് പറയുന്നത് 80% ആണ് നമ്മുടെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത് 80% ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റാഷ് എന്ന് പറയുന്നത് റിട്രോ ഓറിക്കുലർ ഒറിജിൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ താഴെ നിന്നാണ് നമ്മുടെ മീസിൽസിന്റെ റാഷസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ്, ചെവിയുടെ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. റിട്രോ ഓറിക്കുലർ ഒറിജിൻ ആണ് നമ്മുടെ ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇത് ഹൈലി ഇൻഫെക്ഷ്യസ് ആണ്. നമുക്കിനി ഇത് പറയാം, മീസിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഫേസസ് ഉണ്ടെന്ന് പറയും. അതിൽ ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡ്രോമൽ ഫേസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഫേസസ് 3 നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കും. ഇപ്പൊ മനസ്സിലാക്കുക, പ്രൊഡ്രോമൽ ഫേസിലാണ് ഇത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറുന്നത്. ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് റിട്രോ ഓറിക്കുലർ ഒറിജിൻ ആണ്. ചെവിയുടെ താഴെ നിന്നാണ് റാഷസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഓർക്കുക. പിന്നെ പ്രൊഡ്രോമൽ ഫേസിലാണ് കൂടുതലായിട്ട് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ട് പറയുന്നത്. ഏത് ഫേസിലാണ്, 3 ഫേസ് ഉണ്ട് നമുക്ക്. 3 ഫേസിന്റെ പേര് തന്നിട്ട് ഏത് ഫേസിലാണ് ഹൈലി ഇൻഫെക്ഷ്യസ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡ്രോമൽ ഫേസിലാണ്. ടിപ്പിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കൊപ്ലിക് സ്പോട്ട് ആണ്. വൈറ്റ് മാക്യുലോ പാപ്പുലർ റാഷസ് വിത്ത് റെഡ് ബേസ് ഓൺ ദി ബക്കൽ മ്യൂക്കോസ, അല്ലെങ്കിൽ എന്താണ് ഒരു ബക്കൽ മ്യൂസയുടെ അകത്ത് എന്താണ് ഒരു വൈറ്റ് ആയിട്ടുള്ള മാക്യുലോ പാപ്പുലർ റാഷ് വരുന്നു. ഒരു റെഡ് ബേസിനകത്ത് എന്താണ് വെള്ള കളറിലുള്ള റാഷ് ഇരിക്കുന്ന പോലെയാണ് കൊപ്ലിക് സ്പോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഗ്രെയിൻസ് ഓഫ് സോൾട്ട്, ഒരു റെഡിഷ് ബാക്ക്ഗ്രൗണ്ടിന്റെ പുറത്ത് എന്താണ് ഉപ്പിന്റെ ഗ്രെയിൻസ് ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ കൊപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 ലോവർ മോളേഴ്സിന്റെ സൈഡ് അവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ കൊപ്ലിക് സ്പോട്ട് മെയിൻലി കാണപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. റിട്രോ ഓറിക്കുലർ ഒറിജിൻ ആണ്, ഹൈലി ഇൻഫെക്ഷ്യസ് ആണ് ഡ്യൂറിംഗ് ദ പ്രൊഡ്രോമൽ ഫേസ്. പിന്നെ നമ്മൾ ആ കൊപ്ലിക് സ്പോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. പിന്നെ അതിന്റെ ക്ലിനിക്കൽ കേസ് ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ക്ലിനിക്കൽ കേസ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫീവർ ഉണ്ടായിരിക്കും, അത് മാത്രമല്ല മാക്യുലോ പാപ്പുലർ റാഷ് ഉണ്ടായിരിക്കും, അത് മാത്രമല്ല അറ്റ്ലീസ്റ്റ് എന്തുണ്ടാകുന്നു ഈ 3 Cs ഏതെങ്കിലും ഒന്നും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫീവർ എന്ന് പറയുന്നത് 105 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. പിന്നെന്ന് പറയുന്നത് എന്താണ്, റാഷ് ഉണ്ടായിരിക്കും, മാക്യുലോ പാപ്പുലർ റാഷസ് ഉണ്ടായിരിക്കും. എന്താണ് മാക്യുലോ
പാപ്പുലാർ റാഷസ് ഉണ്ടായിരിക്കും. മാക്യുലർ പാപ്പുലാർ റാഷസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മാക്യൂൾസും ഉണ്ടായിരിക്കും പാപ്യൂൾസും ഉണ്ടായിരിക്കും. മാക്യൂൾസും പാപ്യൂൾസും ഉണ്ടായിരിക്കും. മാക്യുലർ പാപ്പുലാർ റാഷസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല അറ്റ്ലീസ്റ്റ് 1 of 3 സീസ്. അപ്പൊ 3 സീസിനകത്തുള്ള ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും. കഫോ, കൊറൈസയോ, കൺജങ്ക്ടിവൈറ്റിസോ. 3. കൊറൈസ എന്ന് പറയുന്നത് എന്താണ്, റണ്ണിങ് നോസിനെയാണ് നമ്മൾ കൊറൈസ എന്ന് പറയുന്നത്. അപ്പോൾ കഫോ, കൊറൈസയോ, കൺജങ്ക്ടിവൈറ്റിസോ ഇതിൽ ഏതെങ്കിലും 3-ൽ ഒന്നും കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ മീസിൽസിന്റെ ക്ലിനിക്കൽ കേസ് ഡെഫിനിഷൻ പറയുമ്പോഴത്തേക്ക്. ഫീവർ അപ് ടു 105 ഡിഗ്രി ഫാരൻഹീറ്റ്, മാക്യുലർ പാപ്പുലർ റാഷ് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു 3 സീസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കാണും. കഫ്, കൊറൈസ, കൺജങ്ക്ടിവൈറ്റിസിനകത്ത് ഏതെങ്കിലും ഒന്നും കൂടെ കാണാൻ സാധ്യതയാണ് മീസിൽസിന്റെ എന്താണ് ക്ലിനിക്കൽ കേസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി. 1 അറ്റാക്ക് ഓഫ് മീസിൽസ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഫൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 16 മാസത്തിൽ കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയിൽ നിന്ന് അവർക്ക് എന്താണ് മെറ്റോഡൽ ആന്റിബോഡീസ് ഉള്ളത് കൊണ്ട് ഇൻഫൻസ് അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവർ നിന്നോളും. ദിസ് ഡിസീസ് ക്യാൻ occur in any season, but in India it spreads more between January to April. ഏത് സീസണിൽ വേണമെങ്കിലും നമ്മുടെ ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മീസിൽസ് എന്ന് പറയുന്നത്. പക്ഷേ ജാനുവരി മുതൽ ഏപ്രിൽ വരെ അതിനിടയിലാണ് നമ്മുടെ ആ ഒരു സ്പ്രെഡ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ദ ബെസ്റ്റ് പ്രാക്ടിക്കൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് വാക്സിനേഷൻ ആണ്. നമുക്ക് വാക്സിനിലൂടെ മാത്രമാണ് നമുക്ക് ഇതിനെ പ്രിവെന്റ്. ബെസ്റ്റ് പ്രാക്ടിക്കൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് വാക്സിനേഷൻ ആണ്. വാക്സിനേഷനിലൂടെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു 10 to 14 ഡേയ്സ് ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 10 days from the exposure to the onset of fever and 14 days from the exposure to onset of rashes. അപ്പൊ അതാണ് ആ ഒരു അതാണ് 10 to 14 days എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫീവറിന് എന്താണ് 10 days ഫ്രം ദ എക്സ്പോഷർ ടു ഓൺസെറ്റ് ഫീവർ വരുന്ന ആ ഒരു 10 ദിവസം മുതൽ 14 ഡേയ്സ്. അപ്പം അല്ലെങ്കിൽ എന്താണ് റാഷ് വരുന്ന ഓൺസെറ്റ് ഓഫ് റാഷിന്റെ എക്സ്പോഷറിൽ 14 ഡേയ്സ് അതുവരെയാണ് നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞത് 10 to 14 ഡേയ്സ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷസ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ് 4 days ബിഫോർ ദ റാഷും 4 days ആഫ്റ്റർ ദ റാഷും, or 4 to 5 days ആഫ്റ്റർ ദ റാഷും ആണ് നമ്മുടെ ഇൻഫെക്ഷസ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല നാച്ചുറൽ ഹിസ്റ്ററിക്കകത്ത് ഞാൻ പറഞ്ഞു 3 സ്റ്റേജസ് ആണ് അതിന് വരുന്നതെന്ന് പറയുന്നത്. പ്രൊഡ്രോമൽ സ്റ്റേജ്, ഇറക്റ്റീവ് സ്റ്റേജ് ആൻഡ് പോസ്റ്റ് മീസിൽസ് സ്റ്റേജ്. അങ്ങനെ 3 സ്റ്റേജസ് ആണ് ഇതിന് വരുന്നത്. 3 സ്റ്റേജസ് പ്രൊഡ്രോമൽ, ഇറക്റ്റീവ് ആൻഡ് പോസ്റ്റ് മീസിൽസ് സ്റ്റേജ് ആണ് വരുന്നത്. അപ്പോൾ ഓർക്കേണ്ടത് 10 to 14 ഡേയ്സ് ആണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല എന്താണ് ഇൻഫെക്ഷസ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ് 4 days ബിഫോർ റാഷും 4 days ആഫ്റ്റർ ദ റാഷും. നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ഉണ്ട്. പ്രൊഡ്രോമൽ സ്റ്റേജ്, ഇറക്റ്റീവ് സ്റ്റേജ് ആൻഡ് പോസ്റ്റ് മീസിൽസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് പ്രൊഡ്രോമൽ സ്റ്റേജ് ആണ്. പ്രൊഡ്രോമൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ബിഗിൻസ് 10 days ആഫ്റ്റർ ദ ഇൻഫെക്ഷൻ. അപ്പം എന്താണ് ഇപ്പൊ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ ആ ഒരു 10 days ആഫ്റ്റർ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡ്രോമൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് അണ്ടിൽ day 14 ദിവസം വരെ നമ്മുടെ ഈ ഒരു ഈ ഒരു സ്റ്റേജ് ലാസ്റ്റ് ചെയ്യും. അതിന്റെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫീവർ, കൊറൈസ വിത്ത് സ്നീസിങ് ആൻഡ് നേസൽ ഡിസ്ചാർജ് ഉണ്ടായിരിക്കും, കഫ് ഉണ്ടായിരിക്കും, റെഡ് ഐസ് ഉണ്ടായിരിക്കും, പിന്നെ ലാക്രിമേഷൻ ആൻഡ് ഫോട്ടോഫോബിയയാണ് മെയിൻ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊഡ്രോമൽ സ്റ്റേജിലാണ് പനി ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജ് ആണ്, അത് ഓർത്തിരുന്നാൽ മതി. പനിയും അത് മാത്രമല്ല കൊറൈസ, അത് മാത്രമല്ല സ്നീസിങ്, നേസൽ ഡിസ്ചാർജ്, ചുമ ഉണ്ടാകുക, ഐസ്, കണ്ണ് ചുമന്നിരിക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഫോട്ടോഫോബിയ ഉണ്ടാകുക, കൊപ്ലിക് സ്പോട്ട്, ഇതെല്ലാം വരുന്ന സ്റ്റേജ്. അപ്പൊ കൊപ്ലിക് സ്പോട്ട് ഉണ്ടാകുന്ന സ്റ്റേജ് ഏതാണ്, പ്രൊഡ്രോമൽ സ്റ്റേജിലാണ്. പനി വരുന്ന സ്റ്റേജ് ആണ് പ്രൊഡ്രോമൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം പനി ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. പ്രൊഡ്രോമൽ സ്റ്റേജിലാണ് കൊപ്ലിക് സ്പോട്ടും വരുന്നത്, പനിയും വരുന്നത്. ബാക്കിയകത്ത് റാഷും വരുന്നതും എന്താണ് ഒരു കൊപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത് അപ്പിയേഴ്സ് എ ഡേ ഓർ 2 ബിഫോർ ദി അപ്പിയറൻസ് ഓഫ് റാഷ്. നമ്മുടെ മാക്യുലർ പാപ്പുലർ റാഷസ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ എന്താണ് റിട്രോ ഓറിക്കുലർ ഒറിജിൻ പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് മാക്യുലർ പാപ്പുലർ റാഷസ് വരുന്നതിന് ബിഫോർ ദി 2 ദിവസത്തിന് മുന്നെയാണ് നമ്മുടെ ഈ കൊപ്ലിക് സ്പോട്ട് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം പ്രൊഡ്രോമൽ സ്റ്റേജിലാണ് കൊപ്ലിക് സ്പോട്ട് വരുന്നത്. പ്രൊഡ്രോമൽ സ്റ്റേജിൽ കൊപ്ലിക് സ്പോട്ട് പോലെ തന്നെ ഫീവർ, കൊറൈസ വിത്ത് സ്നീസിങ്, നേസൽ ഡിസ്ചാർജ്, കഫ്, റെഡ്നെസ് ഓഫ് ദി ഐസ്, ലാക്രിമേഷൻ, ഫോട്ടോഫോബിയ എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡ്രോമൽ സ്റ്റേജിൽ കാണപ്പെടുന്നുണ്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇറപ്റ്റീവ് സ്റ്റേജ്. ഇത് നമുക്ക് ഓർക്കുക, മാക്യുലർ പാപ്പുലർ റാഷസ് വരുന്ന സമയമാണ് ഇറപ്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഡസ്കി റെഡ് മാക്യുലർ ഓർ മാക്യുലർ പാപ്പുലർ റാഷ് അപ്പിയർ ചെയ്യുന്നു, ബിഗിൻസ് ബിഹൈൻഡ് ദി ഇയേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ റിട്രോ ഓറിക്കുലർ ഒറിജിൻ ആണ് നമ്മുടെ ഈ മീസിൽസിന്റെ റാഷിന് പറയുന്നത്. റിട്രോ ഓറിക്കുലർ ഒറിജിൻ ആണ് പറയുന്നത്.
ഓക്കെ, റിട്രോ ഓറിക്കുലർ ഒറിജിൻ ആണ് നമ്മുടെ ഈ മീസസിന്റെ റാഷിന് പറയുന്നത്. അതുപോലെ തന്നെ ഡസ്കി റെഡ് മാക്യുലോ പാപ്പുലർ റാഷ് അപ്പിയർ ചെയ്യുന്നു, ബിഗിൻസ് ബിഹൈൻഡ് ദ ഇയേഴ്സ് ആൻഡ് സ്പ്രെഡ്സ് റാപ്പിഡ്ലി ഇൻ എ few hours over the face and neck, then extends throughout the body up to lower extremities in 2 to 3 days. അപ്പൊ ആദ്യം തുടങ്ങുന്നത് ചെവിയുടെ താഴേന്ന് തുടങ്ങുന്നു, എന്നിട്ട് റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നു, ഫേസിലും നെക്കിലും ഒക്കെ തന്നെ ഉണ്ടാവുന്നു, ത്രൂ ഔട്ട് ദ ബോഡി വരുന്നു, ദെൻ ലോവർ എക്സ്ട്രിമിറ്റീസിലേക്ക് പോകുന്നു വിത്തിൻ 2 to 3 days. 2 to 3 ദിവസത്തിനകത്ത് തന്നെ ലോവർ എക്സ്ട്രിമിറ്റീസ് വരെയും സ്പ്രെഡ് ആയിട്ട് റാഷസ് മുഴുവനായിട്ടും വരുന്നു. മോസ്റ്റ്ലി ഇത് ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി കാണപ്പെടുന്നത്. സം ടൈംസ് ഇറ്റ് ബിക്കംസ് എന്ത് കോൺഫ്ലുവന്റ് ആയിട്ട് മാറാൻ, ചിലപ്പോൾ അടുപ്പിച്ച് പെട്ടെന്ന് കുറെ അടുത്തടുത്തുള്ള ലീഷൻസ് ഉണ്ടാക്കാനും സാധ്യത ഉണ്ട്. ഓക്കെ, ലീഷൻസ് ആൻഡ് ഫീവർ ഡിസപ്പിയേഴ്സ് ഇൻ 3 to 4 days. 3 to 4 ഡേയ്സിനുള്ളിൽ തന്നെ ലീഷൻസും ഫീവറും എല്ലാം തന്നെ ഡിസപ്പിയർ ആകുന്നു 3 to 4 ഡേയ്സിൽ. പ്രൊഡ്രോമൽ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും during the prodromal phase and first 2 to 5 days of rash, virus is present in the tear, nasal and throat secretion, urine and blood. അപ്പൊ പ്രൊഡ്രോമൽ ഫേസിലും അത് മാത്രമല്ല ഫസ്റ്റ് ഈ ഒരു 2 to 5 days ഓഫ് റാഷിന്റെ ആ 5 ദിവസം വരെയും വൈറസ് ടിയറിൽ, നേസൽ സെക്രീഷൻസിൽ, ത്രോട്ട് സെക്രീഷൻസിൽ, യൂറിനിൽ, ബ്ലഡിലും ഒക്കെ തന്നെ ഈ എന്തുണ്ടാകും, ഈ ഒരു വൈറസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇറപ്റ്റീവ് ഫേസിൽ പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് പോസ്റ്റ് മീസിൽ സ്റ്റേജ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? പോസ്റ്റ് മീസിൽ സ്റ്റേജ്. മീസിൽസ് വന്നു കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേജ് ആണ് പോസ്റ്റ് മീസിൽസ്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സ്റ്റേജ് ആണ്. വെയിറ്റ് ലോസും വീക്ക്നെസ് ഉണ്ടായിരിക്കുന്നു, പിന്നെ ഗ്രാജുവൽ ഡിറ്റീറിയേഷൻ, ക്രോണിക് ഇൽനെസ്സിലേക്ക്, ചിലപ്പോൾ എന്ന് പറയുന്നത് അവർക്ക് മറ്റ് ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസിലേക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ്സിലേക്കൊക്കെ പോകുന്നു, ന്യൂട്രീഷൻ ആൻഡ് മെറ്റബോളിക് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നു. ഇതെല്ലാമാണ് പോസ്റ്റ് മീസിൽ സ്റ്റേജിൽ ഉണ്ടാക്കുന്നത്. മെയിൻലി ടു ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഡയറിയ, മറ്റ് സെവറൽ ഇൻഫെക്ഷൻസും എല്ലാത്തിലേക്കും പോകുന്ന ഒരു സ്റ്റേജിലാണ്. കാര്യം ചിലപ്പോൾ ഭയങ്കര വെയിറ്റ് ലോസും വീക്ക് ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നതാണ് പോസ്റ്റ് മീസിൽസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേഷൻസിലേക്ക്, ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജിലേക്കൊക്കെ പോകുന്നു, ഗ്രോത്ത് റിട്ടാർഡേഷനിലേക്ക്, ഡയറിയ, മറ്റ് സെവറൽ അതർ ഇൻഫെക്ഷൻസിലേക്കൊക്കെ പോകുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പോസ്റ്റ് മീസിൽസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊഡ്രോമൽ ഫേസ് ഉണ്ട്, ഇറപ്റ്റീവ് ഫേസ് ഉണ്ട്, ഇറപ്റ്റീവ് സ്റ്റേജ് ഉണ്ട്, പോസ്റ്റ് മീസിൽ സ്റ്റേജ് ഉണ്ട്. പ്രൊഡ്രോമൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പനി, ചുമ, ഇതൊക്കെ വരുന്നത്. കോപ്ലിക് സ്പോട്ട് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡ്രോമൽ സ്റ്റേജ് ആണ്. ഇറപ്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് മാക്യുലോ പാപ്പുലർ റാഷസ് റിട്രോ ഓറിക്കുലർ ഒറിജിനിൽ വന്നിട്ട് ഫേസ് നെക്കിലേക്ക് വന്നിട്ട് ട്രങ്കിലേക്ക് വന്ന് എക്സ്ട്രിമിറ്റീസിൽ വരുന്നു. 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ എക്സ്ട്രിമിറ്റീസ് വരെയും ഫുൾ ആയിട്ട് കവേർഡ് ആവുന്നു. പ്രൊഡ്രോമൽ ഫേസും ഒരു 2 to 3 ഡേയ്സ് ഉള്ള 2 to 5 ഡേയ്സ് ഇട്ടുള്ള ഇറപ്റ്റീവ് ഫേസിലൊക്കെ തന്നെ, ഇറപ്റ്റീവ് സ്റ്റേജിലൊക്കെ തന്നെ എന്തുണ്ടാകുന്നു? വൈറസിന്റെ ലോഡ് എന്ന് പറയുന്നത് എല്ലാ സെക്രീഷൻസിനകത്ത് മെയിൻലി കാണപ്പെടും. ത്രോട്ട് സെക്രീഷൻസ്, ഈവൻ യൂറിനിൽ വരെയും എന്തുണ്ടാകുന്നു? വൈറസിന്റെ പ്രസൻസ് ഉണ്ടാകുന്നു. പോസ്റ്റ് മീസിൽ സ്റ്റേജ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ്, വീക്ക്നെസ്, മറ്റേ ക്രോണിക് സ്റ്റേജിലേക്കൊക്കെ പോകുന്നു, ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഡയറിയ, മറ്റ് സെവറൽ അതർ ഇൻഫെക്ഷൻസിലേക്കൊക്കെ പോകുന്ന ഒരു സ്റ്റേജിനാണ് നമ്മൾ പോസ്റ്റ് മീസിൽസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് മീസിൽസിന്റെ സെറോളജി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നത് പറയുന്നത് മെയിൻലി IgM ടെസ്റ്റിംഗ് ആണ്. IgM ടെസ്റ്റിംഗ് ആണ് നമ്മുടെ ഡയഗ്നോസ്. മീസിൽ സെറോളജി ആണ് IgM ടെസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മീസിൽസ് വാക്സിൻ എന്ന് പറയുന്നത് MMR ആണ്. ഒരു സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ ആണ് MMR എന്ന് പറയുന്നത്. പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യത്തില്ല, MMR പ്രൊവൈഡ് ചെയ്യത്തില്ല. കാരണം അത് മാത്രമല്ല സിവിയർലി ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിനൊന്നും തന്നെ നമ്മൾ MMR പറയത്തില്ല. അവർക്കൊക്കെ തന്നെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. 0.5 ml സബ്ക്യൂട്ടേനിയസ്ലി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്തിൻ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 4 hours നമ്മൾ ഈ ഒരു വാക്സിൻ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് യൂസ് വിത്തിൻ 4 hours ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു 10 to 11 ഡേയ്സിനുള്ളിലാണ് മെയിൻലി നമ്മൾ ഇതിന്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിനുണ്ടാകുന്ന ഒരു അഡ്വേഴ്സ് ഇഫക്ട് എന്ന് പറയുന്നത്, മീസിൽസ് ലൈക്ക് ഡിസീസ് ഒക്കെ ഇത് മെയിൻലി ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ, മീസിൽസ് ലൈക്ക് ഡിസീസ് മെയിൻലി ഇത് ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാക്സിൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള MMR വാക്സിൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം. TSS എന്ന് പറയുന്നത് എന്താണ്? ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് TSS എന്ന് പറയുന്നത്. കണ്ടാമിനേറ്റഡ് വാക്സിൻ പ്രൊവൈഡ് ചെയ്താൽ എന്തുണ്ടാക്കും? TSS ഉണ്ടാക്കും. അല്ല, പിന്നെ അഡ്വേഴ്സ് എഫക്ട് എന്താണ്? ഒരു വാക്സിൻ നമ്മൾ മീസിൽസ് വാക്സിൻ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് എന്ത്? മീസിൽസ് ലൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്നു. കണ്ടാമിനേറ്റഡ് വാക്സിൻ ആണെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം TSS ഉണ്ടാക്കുന്നു.
ഓക്കെ, മീസിൽസ് വാക്സിൻ എവിടെയാണ് നമ്മൾ എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 9 മന്തിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 16 to 24 മന്ത്സിൽ നമ്മൾ രണ്ടാമത്തെ ഡോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കോമൺ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒട്ടൈറ്റിസ് മീഡിയ ഉണ്ടാക്കുന്നുണ്ട്, ലാരിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കുന്നു, ഡയറിയ, ന്യൂമോണിയ, ഇതെല്ലാമാണ് കോമൺ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ് സബ് അക്യൂട്ട് സ്ക്ലീറോസിംഗ് പാൻ എൻസെഫലൈറ്റിസ്. ഒരു റെയർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് സബ് അക്യൂട്ട് സ്ക്ലീറോസിംഗ് പാൻ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. സിവിയർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ അക്യൂട്ട് പ്രോഗ്രസീവ് എൻസെഫലൈറ്റിസും ജയന്റ് സെൽ ന്യൂമോണിയ ഒക്കെയാണ് മെയിൻലി സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് മീസിൽസ് പറയാൻ പറ്റും. അതായത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒക്കെയാണ് അവർക്ക് മീസിൽസ് വരുവാണെങ്കിൽ അക്യൂട്ട് പ്രോഗ്രസീവ് എൻസെഫലൈറ്റിസും ജയന്റ് സെൽ ന്യൂമോണിയയാണ് സിവിയർ കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. അത് മാത്രമല്ല റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സബ് അക്യൂട്ട് സ്ക്ലീറോസിംഗ് പാൻ എൻസെഫലൈറ്റിസ് ആണ് അതിന്റെ റെയർ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പറയാവുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ്, ലാസ്റ്റ് ഇതാണ് WHO മീസിൽസ് എലിമിനേഷൻ സ്ട്രാറ്റജി. മീസിൽസ് എലിമിനേഷൻ സ്ട്രാറ്റജി എന്താണ്? WHO എന്ന് പറയുന്നത് മീസിൽസ് എലിമിനേഷന് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിന്റെ സ്ട്രാറ്റജിയാണ് ഈ കീപ്പപ്പ്, ക്ലീനപ്പ് ആൻഡ് എന്താണ് ക്യാച്ചപ്പ്, കീപ്പപ്പ് ആൻഡ് ക്ലീനപ്പ്. WHO മീസിൽസ് എലിമിനേഷൻ സ്ട്രാറ്റജി ആണ് ക്യാച്ചപ്പ്, ക്ലീനപ്പ് ആൻഡ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ക്യാച്ചപ്പ് എന്ന് പറയുന്നത് നാഷണൽ വൈഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ ആണ്, ടാർഗറ്റിംഗ് ഓൾ ചിൽഡ്രൻ 9 months to 14 years of age ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ്റ്ററി ഓഫ് മീസിൽസ് ഡിസീസ് ഓർ വാക്സിനേഷൻ സ്റ്റാറ്റസ്. എന്താണ് ക്യാച്ചപ്പ് എന്ന് പറഞ്ഞാൽ? ക്യാച്ചപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ വൈഡ് ആയിട്ടുള്ള വാക്സിനേഷൻ ക്യാമ്പയിനെയാണ് നമ്മൾ ക്യാച്ചപ്പ് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ 9 മാസം തൊട്ട് 14 വയസ്സായിട്ടുള്ള എന്ന് വെച്ചാൽ മീസിൽസിന്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ വാക്സിനേഷന്റെ സ്റ്റാറ്റസോ ഒന്നും നോക്കാതെ 9 മാസം തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നാഷണൽ വൈസ് വാക്സിനേഷൻ കൊടുത്ത് വാക്സിനേഷൻ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാച്ചപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് കീപ്പപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീപ്പപ്പ് എന്ന് പറയുന്നത് റുട്ടീൻ സർവീസസ് ആണ്. റുട്ടീൻ ആയിട്ടുള്ള സർവീസസ് വാക്സിനേറ്റിംഗ് മോർ ദാൻ 95% ഓഫ് ദ ഈച്ച് സക്സസീവ് ബർത്ത് കൊഹോർട്ട്. അപ്പം എന്താണ് ഒരേ വർഷം ജനിക്കുന്ന കുട്ടികൾ ബർത്ത് കൊഹോർട്ടുകൾക്ക് എന്താണ് 95% എന്താണ് റുട്ടീൻ ആയിട്ടുള്ള സർവീസസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ കീപ്പപ്പ് എന്ന് പറയുന്നത്. ദെൻ ഫോളോ അപ്പ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ആദ്യം പറഞ്ഞ ക്യാച്ചപ്പിനകത്ത് നമുക്ക് ക്യാച്ചപ്പിനകത്ത് കിട്ടാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് ജനിച്ച കുട്ടികളുണ്ടാവും. അങ്ങനെ സബ്സിക്വന്റ് ആയിട്ടുള്ള നാഷണൽ വൈഡ് വാക്സിനേഷൻ ക്യാമ്പയിൻസ് ഓവർ കണ്ടക്ടഡ് എവറി 2 to 4 years. എന്താണ് ആ ക്യാച്ചപ്പ് ക്യാമ്പയിൻസിൽ നമ്മൾ മിസ്സായി പോയിട്ടുള്ള അത് കഴിഞ്ഞിട്ട് ജനിച്ച കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് 2 തൊട്ട് 4 വർഷത്തിനകത്ത് എന്തുണ്ടെന്ന് വാക്സിനേഷൻ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ വാക്സിനേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ മീസിൽസ് എലിമിനേഷൻ സ്ട്രാറ്റജിയിൽ പറയുന്നത്. ക്യാച്ചപ്പ്, കീപ്പപ്പ് ആൻഡ് ഫോളോ അപ്പ് ആണ്. ക്യാച്ചപ്പ് എന്ന് പറയുന്നത് നാഷണൽ വൈഡ് വാക്സിനേഷൻ ക്യാമ്പയിൻസ് എന്താണ് 9 months to 14 years of ഏജ് ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെ എന്താണ് ഇറസ്പെക്റ്റീവ് അവരുടെ ഹിസ്റ്ററി ഓഫ് മീസിൽസോ അല്ലെങ്കിൽ വാക്സിനേഷൻ സ്റ്റാറ്റസോ ഒന്നും നോക്കാതെ അവർക്ക് എന്ത് കൊടുക്കുന്നു? വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് ക്യാച്ചപ്പ് എന്ന് പറയുന്നത്. കീപ്പപ്പ് എന്ന് പറയുന്നത് റുട്ടീൻ സർവീസസ് ആണ്. റുട്ടീൻ ആയിട്ടുള്ള വാക്സിനേഷൻ സർവീസസ് ആണ്. 95% ഓഫ് ദ സക്സസീവ് ബർത്ത് കൊഹോർട്ടുകൾക്ക് എല്ലാം തന്നെ റുട്ടീൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് കീപ്പപ്പ്. ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഈ ക്യാച്ചപ്പ് ക്യാമ്പയിൻസിനകത്ത് മിസ്സായി പോയിട്ടുള്ള അല്ലെങ്കിൽ ക്യാച്ചപ്പ് ക്യാമ്പയിൻസ് കഴിഞ്ഞ് ജനിച്ച കുട്ടികളെ 2 to 4 years ഇടയിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ വൈഡ് വാക്സിനേഷൻ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മീസിൽസ് എലിമിനേഷൻ സ്ട്രാറ്റജി. WHO മീസിൽസ് എലിമിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ക്യാച്ചപ്പ്, കീപ്പപ്പ് ആൻഡ് ഫോളോ അപ്പ്. ഓക്കെ, മനസ്സിലായോ ഇത്രയും നേരം പറഞ്ഞ എന്തൊക്കെയാന്നുള്ളത്? അപ്പൊ നമ്മള് അടുത്തെന്ന് പറയുന്നത് കൺട്രോൾ മെഷേഴ്സ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആണ്. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ മീസിൽസ് വന്നു, ഓക്കെ, ഓൾറെഡി മീസിൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എത്രയും വേഗം വിത്തിൻ 72 hours 3 എന്താണ് ദിവസത്തിനുള്ളിൽ തന്നെ എന്താണ് ഇനിഷ്യൽ മീസിൽസ് എക്സ്പോഷർ വന്നതിനുള്ളിൽ തന്നെ MMR പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻലി 0.5 ml സബ്ക്യൂട്ടേനിയസ്ലിയോ അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർലി 1 dose 0.5 ml നമ്മൾ എന്ത് ചെയ്യുന്നു? MMR പ്രൊവൈഡ് ചെയ്യുന്നു. Vaccination can be given after this window but would only be expected to protect them from the future exposures. അല്ലെങ്കിൽ വിൻഡോ പീരീഡിന് എന്താണ് ആഫ്റ്റർ നമുക്ക് വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുക, പക്ഷെ എന്താണ് വീണ്ടും ഫ്യൂച്ചർ എക്സ്പോഷേഴ്സ് വരാതെ എന്താണ് അത് പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്.
ആൻഡ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് അഡിക്വേറ്റ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. നമുക്ക് ഒരു 100% നമുക്കൊരു പ്രൊഫൈലാക്സിസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിലും നമുക്ക് ഷുഡ് ബി ഗിവൺ. എന്താണ്, ഒരു മീസിൽസ് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എത്രയും വേഗം തന്നെ വിത്തിൻ 3 days 72 hours തന്നെ MMR പ്രൊവൈഡ് ചെയ്യുക. 0.5 ml സബ്ക്യൂട്ടേനിയസ്ലി അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർലി ആണ് നമ്മൾ MMR കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മീസിൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല മീസിൽസിന്റെ ഏജന്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ഏത് ഫാമിലിയിലാണെന്നുള്ളത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് 3 സ്റ്റേജസ്, പ്രൊഡ്രോമൽ സ്റ്റേജ്, ഇറപ്റ്റീവ് ആൻഡ് പോസ്റ്റ് മീസിൽ സ്റ്റേജിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, പോസ്റ്റ് മീസിൽ സ്റ്റേജ് അതെല്ലാം കഴിഞ്ഞ് പറഞ്ഞു. പിന്നെ അതിന്റെ എന്തൊക്കെയാണ് പ്രിവെന്റീവ് വാക്സിനേഷനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് അതിന്റെ WHO എലിമിനേഷൻ സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്താന്നുള്ളത് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ 3 കണ്ടീഷൻസിനെ പറ്റിയാണ്, മംസ്, മീസിൽസ്, റുബല്ല, അങ്ങനെ 3 കണ്ടീഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ നിങ്ങൾ എല്ലാവരും തറവായിട്ട് പഠിക്കുക. 3 തമ്മിൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് 3 തന്നെയും. സോ ഇനിയും നമ്മൾ ബാക്കി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എല്ലാം തന്നെ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ക്ലാസ്സസ് എല്ലാം തന്നെ നന്നായിട്ട് തറവായിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എജൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, നന്നായിട്ട് നമ്മുടെ കൂടെ നിന്ന് പഠിക്കുക. ഓക്കെ, നിങ്ങൾ നല്ല ടോപ്പ് റാങ്കിൽ എത്തിച്ചേരുക. താങ്ക് യു.